എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 100 GK ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ആൻസർ 1947 ജൂലൈ 22. 1947 ജൂലൈ 22-നാണ് ത്രിവർണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാരാണ്? ആൻസർ ബങ്കിങ് ചന്ദ്ര ചാറ്റർജി. ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി വിശ്വഭാരതി. വിശ്വഭാരതിയാണ് രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര്. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത? ആൻസർ ഓപ്ഷൻ ബി PT ഉഷ. PT ഉഷയാണ് കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ എ മുതിരപ്പുഴ. മുതിരപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത്. നീലവിപ്ലവം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി മത്സ്യം. നീലവിപ്ലവം മത്സ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ? ആൻസർ ഓപ്ഷൻ സി AK ഗോപാലൻ. AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം? ആൻസർ ഓപ്ഷൻ ഡി വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖമാണ് കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി? ആൻസർ ഓപ്ഷൻ സി ANERT. ANERT ആണ് കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിന്റെ തടി കൊണ്ടാണ്? ആൻസർ ഓപ്ഷൻ എ വില്ലോ മരം. വില്ലോ മരം കൊണ്ടാണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ആൻസർ ഓപ്ഷൻ ബി കേളപ്പൻ. കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമേത്? ആൻസർ ഓപ്ഷൻ സി കേരളം. കേരളമാണ് ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി? ആൻസർ ഓപ്ഷൻ ബി പമ്പ. പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി? ആൻസർ ഓപ്ഷൻ ഡി മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം? ആൻസർ ഓപ്ഷൻ എ പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ആൻസർ ഓപ്ഷൻ എ മംഗളവനം. മംഗളവനമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല? ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. കേരളത്തിലെ നിത്യഹരിത വനം? ആൻസർ ഓപ്ഷൻ എ സൈലന്റ് വാലി. സൈലന്റ് വാലിയാണ് കേരളത്തിലെ നിത്യഹരിത വനം. കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി? ആൻസർ ഓപ്ഷൻ ഡി വി വിശ്വനാഥൻ. വി വിശ്വനാഥനാണ് കേരളത്തിൻ്റെ ഗവർണറായ ആദ്യ മലയാളി. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി 1865. 1865 തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്. ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം? ആൻസർ ഓപ്ഷൻ സി മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തമാണ് ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ആൻസർ ഓപ്ഷൻ ബി ഗോവ. ഗോവയാണ് ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത്. ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി മേഘാലയ.
മേഘാലയയിലാണ് ജയന്തിയ കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം ഏതു വർഷത്തിലാണ് നടന്നത്? ആൻസർ ഓപ്ഷൻ സി 1931. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ എ യങ് ഇന്ത്യ. യങ് ഇന്ത്യ ആണ് മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര്. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ. ഏതു വർഷത്തിലാണ് നെപ്പോളിയൻ ബൊണാപാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? ആൻസർ ഓപ്ഷൻ ബി 1804. 1804 നെപ്പോളിയൻ ബൊണാപാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്. കാടമാം കുന്ന് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ കേരളം. കേരളത്തിലാണ് കാടമാം കുന്ന് സ്ഥിതി ചെയ്യുന്നത്. നാഥുല ചുരം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ സിക്കിം. സിക്കിമിലാണ് നാഥുല ചുരം സ്ഥിതി ചെയ്യുന്നത്. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവായിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവായിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത്? ആൻസർ ഓപ്ഷൻ എ കെയ്ബുൾ ലാം ജാവോ. കെയ്ബുൾ ലാം ജാവോയാണ് വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലേക്ക് തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ദ്രാവിഡ ശൈലി. ദ്രാവിഡ ശൈലിയാണ് ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി അറിയപ്പെടുന്നത്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത്. ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോകപ്രശസ്ത ക്ഷേത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ബൃഹദീശ്വര ക്ഷേത്രം. ബൃഹദീശ്വര ക്ഷേത്രമാണ് ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ലോകപ്രശസ്തമായ ക്ഷേത്രം. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പേത്? ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 226. അനുച്ഛേദം 226 ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം 14. അനുച്ഛേദം 14 ഇന്ത്യൻ ഭരണഘടനയുടെ നിയമത്തിന് മുൻപിലുള്ള സമത്വം നൽകുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്? ആൻസർ ഓപ്ഷൻ സി മണ്ടാമസ് റിട്ട്. മണ്ടാമസ് റിട്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട്. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം 51A. അനുച്ഛേദം 51A ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ഡിസംബർ 10. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്.
കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? ആൻസർ ഓപ്ഷൻ സി ഇരവികുളം. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട് കായൽ. വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? ആൻസർ ഓപ്ഷൻ എ കുമ്പളങ്ങി. കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളെയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം? ആൻസർ ഓപ്ഷൻ ഡി ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. ജാതിഭേദം മതോദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സംസ്ഥാനമാണിതെന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി അരുവിപ്പുറം ക്ഷേത്രം. അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ജാതിഭേദം മതോദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പ് കുറുക്കൽ സമരം നടന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ എ പയ്യന്നൂർ. പയ്യന്നൂരിലാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പ് കുറുക്കൽ സമരം നടന്ന സ്ഥലം. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നും ഭരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നും ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ആൻസർ ഓപ്ഷൻ സി ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി പണ്ഡിത രമാബായ്. പണ്ഡിത രമാബായ് ആണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത്. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശമാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. ഭരണഘടനാ ദിനം? ആൻസർ ഓപ്ഷൻ ബി നവംബർ 26. നവംബർ 26 ഭരണഘടനാ ദിനം. ഏതു ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി 42ാം ഭേദഗതി. 42ാം ഭേദഗതിയാണ് ചെറു ഭരണഘടനയെന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ പത്രത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം? ആൻസർ ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി പാർലമെന്റ്. പാർലമെന്റിനാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ എ 1925. 1925 വൈക്കം സത്യാഗ്രഹം നടന്നത്. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ആൻസർ ഓപ്ഷൻ സി അയ്യങ്കാളി. അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വരിക വരിക സഹചരെ സഹന സമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ സി ഉപ്പു സത്യാഗ്രഹം. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി സർ
സിറിൽ റാഡ്ക്ലിഫ്. സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷൻ തലവൻ. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യാനന്തര സേനാനി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യസമര സേനാനി. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയനാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കറെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ സി ഉത്തരമഹാസമതലം. ഉത്തരമഹാസമതലമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂണാണ് തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ കാരണം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശമേത്? ആൻസർ ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ. നീലഗിരി കുന്നുകളാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം. മാനാഞ്ചിറ തടാകമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂണാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി NH 544. NH 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ആൻസർ ഓപ്ഷൻ സി വയനാട്. വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ടൊഴുകുന്ന നദിയെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി പെരിയാർ. പെരിയാറാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം? ആൻസർ ഓപ്ഷൻ സി മംഗളവനം. മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇടുക്കി. ഇടുക്കിയാണ് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ. കണ്ണൂരാണ് തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി എറണാകുളം. എറണാകുളത്താണ് കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഗഗൻയാൻ. ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ സ്വാതി തിരുനാൾ മഹാരാജാവ്. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യ ഗ്രന്ഥശാല സ്ഥാപിച്ചത്. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ഫുട്ബോൾ. സന്തോഷ് ട്രോഫി ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നതെന്ന്? ആൻസർ ഓപ്ഷൻ ഡി ആഗസ്റ്റ് 29. ആഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആഘോഷിക്കുന്നത്. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം.
കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടാണ് കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം? ആൻസർ ഓപ്ഷൻ ബി, ഷിപ്കില. ഷിപ്കില ചുരമാണ് ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ എ, 146. 146 നദികളാണ് മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം? ആൻസർ ഓപ്ഷൻ സി, സുലഭ് സമാചാർ. സുലഭ് സമാചാറാണ് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം. താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പരുത്തി. പരുത്തിയാണ് താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത്. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ഡി.കെ. കാർവെ. ഡി.കെ. കാർവെയുടെ നേതൃത്വത്തിലാണ് സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, അവനീന്ദ്രനാഥ ടാഗോർ. അവനീന്ദ്രനാഥ ടാഗോറാണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി, 1878. 1878 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, 1951. 1952. 1951. 1952 സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത്. ജനഗണമന ഇന്ത്യയുടെ ദേശീയഗാനമായി അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി, 1950 ജനുവരി 24. 1950 ജനുവരി 24 ജനഗണമന ഇന്ത്യയുടെ ദേശീയഗാനമായി അംഗീകരിച്ചത്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ആൻസർ ഓപ്ഷൻ ബി, 16-ാം വകുപ്പ്. 16-ാം വകുപ്പാണ് അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? ആൻസർ ഓപ്ഷൻ സി, പള്ളിവാസൽ. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്.